അപ്പൊ എന്റെ ഡെലിവറി വ്ലോഗ് പാർട്ട് 2 കണ്ടാൽ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമെന്ന് ഒരു ധാരണയില്ലാതായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ കിൻഡറിലെ ഡീലക്സ് റൂം ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിനെ 3 പേരെ വരെ അലോ ചെയ്യും. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു റൂം ആയിരുന്നു. ഒരു പ്രസവിക്കാൻ പോയൊരു ഫീൽ ഒന്നും അല്ല, ഏതോ ഒരു റിസോർട്ടിൽ പോയൊരു ഫീൽ ആയിരുന്നു കേട്ടോ. ഇന്ന് PV ചെയ്തത് കൊണ്ട് തന്നെ നൈറ്റ് ഒന്നെങ്കിൽ പെയിൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മോർണിംഗ് തന്നെ ഡോക്ടർ പെയിൻ വരാനുള്ള മരുന്ന് തരികയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ബ്ലഡ് എടുക്കൽ. അപ്പൊ അതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു ഡയറ്റ് ചാർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ബേബി വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കും അല്ലെ. അപ്പൊ ദേ രാവിലെ 5 മണി വരെ എനിക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ദേ രാവിലെ തന്നെ ഡെലിവറി റൂമിലോട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പൊ കെട്ടിയനോട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വന്നേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ദേ ടാറ്റയൊക്കെ കൊടുത്ത് ദേ പോവാണ്. അപ്പൊ ഇനി ഡെലിവറി വ്ലോഗ് പാർട്ട് 2 കാണുന്നിടം വരെ ടാറ്റ ബൈ ബൈ.